ഹായ്. പ്രൊക്രാസ്റ്റിനേഷൻ ഒരാവശ്യമില്ലാതെ കാര്യങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന സ്വഭാവം, അതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ നേരിടാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. എൻ്റെ സംസാരം കേൾക്കുന്നവരോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് ഒന്നുമല്ല തരാനുള്ളത്. നമ്മൾ പറയുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെ നമ്മൾ തന്നെ ട്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതിനെ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, ഫിസിക്കലി നമുക്ക് കുറേ ചേഞ്ചുകളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അയാൾക്ക് വയറ് കൂടിയാൽ അയാളൊരു 2 മാസം 3 മാസമൊക്കെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് ജിമ്മിലും മറ്റൊക്കെ പോയി ഫുഡൊക്കെ നിയന്ത്രിച്ച് 2 മാസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും, ആ വയറങ്ങോട്ട് കുറച്ച് ഒരു സ്ലിം ബ്യൂട്ടി അയാൾ വരുത്തി തീർക്കും. കാരണം അയാൾക്ക് ആ ഫിസിക്കലി കാണാൻ പറ്റുന്നുണ്ട്, ഈ വയറ് കൂടിയത് കൊണ്ട് എന്തൊരു ബോറാണ് ഇതെന്ന് അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുന്ന ഒരുപാട് വയറ് പോലത്തെ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ നിത്യജീവിതത്തിൽ പലയിടങ്ങളിലായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അതിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. 2025 വരെയാണ്. നമ്മളിങ്ങനെ പല സമയങ്ങൾ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോൾ, അതല്ലെങ്കിൽ പുതിയൊരു മാസം തുടങ്ങുമ്പോൾ, ഒരു 6 മന്ത് കഴിയുമ്പോൾ ഒക്കെ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യാറുണ്ട്. ഇനി മുതൽ അടിപൊളിയായിരിക്കും, ഇനി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിക്കണം. പല പ്ലാനിങ്ങുകളും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ പലപ്പോഴും അത് പാളാറുമുണ്ട്. കാരണം നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് വല്ലാതെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരൊറ്റ കാരണം. അതുകൊണ്ട് നമുക്കതിനെ വളരെ സയൻറ്റിഫിക് ആയിട്ട് അതിനെ നേരിട്ട് 2025 ഒരു ബെസ്റ്റ് ഇയർ ആയിട്ട് നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ട്രിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ ഒരാൾക്ക് വരാൻ 4 കാരണങ്ങളാണുള്ളത്. അതല്ലെങ്കിൽ 4 രീതിയിലാണ് പ്രൊക്രാസ്റ്റിനേഷൻ വരാറുള്ളത്. ഒന്ന് പെർഫെക്ഷനിസം ആണ്. നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ട് പോവാം. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യൂല. നമ്മളത് കുറച്ചും കൂടി ശരിയാവാനില്ല, കുറച്ചും കൂടി ശരി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഐഫോൺ വാങ്ങി. ഞാൻ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഐഫോൺ വാങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സ് പറയുന്നത് ഐഫോൺ മാത്രം പോരല്ലോ, നല്ലൊരു മൈക്ക് വേണ്ടെന്നായി. ഞാനൊരു മൈക്ക് വാങ്ങി. പിന്നെയും ഞാൻ അവിടെ അങ്ങനെ കാത്തു നിൽക്കായിരുന്നു. അതിനുശേഷം ഒരു ഗ്രീൻ സ്ക്രീൻ വേണമെന്നായി. ഇപ്പൊ പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് തന്നെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ വീഡിയോ ചെയ്യാൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. കാരണം എൻ്റെ മനസ്സ് പറയുന്നത്, റബി അത് പെർഫെക്റ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാനുണ്ട്. അങ്ങനെ അങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യാറുള്ളത്. സോ പെർഫെക്ഷനിസം ഈസ് ദി വൺ റീസൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ഓവർവെൽമിങ് ആണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മനസ്സിലേക്ക് വരുമ്പോൾ, എന്തൊക്കെയാണ് ഇത് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന ഒരു 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 സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ മാറുകയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അല്ലാ എന്താ ഇത് ചെയ്യുക എന്നുള്ള മട്ടില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, നിഷ്ക്രിയരാവുകയാണ് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ കൂടുമ്പോൾ. പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്ര എന്ന് മനസ്സിലാക്കാതിരിക്കുക. അതല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ, കുറേ സമയമുണ്ടല്ലോ, അത് നാളെ കൊടുത്താൽ പോരെ, മറ്റന്നാൾ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇനി നമ്മൾ മനസ്സിലാക്കൂല. ഇതിപ്പോൾ നാളെ വരെ സമയമുണ്ട്, പക്ഷെ അത് ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് കിട്ടൂല, നമ്മൾ മനസ്സിലാക്കൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അങ്ങനെ വൈകിപ്പിച്ച് കൊണ്ടുപോകും. ഞാൻ കൂടുതലായി അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു സെഷനൊക്കെ, ഇപ്പോൾ എനിക്ക് ജനുവരി 4 ഒരു സെഷൻ ഉണ്ട്, എനിക്ക് 4 വരെ സമയമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, 4 വരെ സമയമല്ലേ, 2നും 3നും ഒക്കെ എനിക്ക് പ്രിപ്പയർ ആവാമല്ലോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ലൊരു പ്രിപ്പറേഷൻ ടൈം അവിടെ ഉണ്ടായിട്ട് പോലും ഞാനത് 3ൻ്റെ നൈറ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 4th വൺ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാര്യം ഡിസ്ട്രാക്ഷൻസ് ആണ്. നമുക്കൊരു 1 hour ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഒരു പണി ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, പിന്നെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകും. നമ്മൾ ഒരു റീൽ എടുത്തു നോക്കും, നമ്മുടെ ഫ്രണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീൽ ഷെയർ ചെയ്തതാവും, നമ്മൾ ആ റീൽ കാണുമായിരിക്കും. വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ അടുത്ത റീലിലേക്ക് പോകും, ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ഈ 4 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മുമ്പിലുള്ളത്. ഇതിലൂടെയാണ് നമ്മളിങ്ങനെ കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോകുന്നത്. ഒന്നുകൂടി പറയുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വയറ് പോലെയാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ, ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം, പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, കുറച്ച് പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ വേണ്ടേ, കുറച്ച് ലേസിനെസ് ഒക്കെ വേണ്ടേ, കുറച്ച് കളിയും ചിരിയും പോലെ.
നമ്മൾ പറയുന്നത് കളിയും ചിരിയും ലേസിനെസ്സും പ്രൊക്രാസ്റ്റിനേഷനും ഒക്കെ ജീവിതത്തിന്റെ പാർട്ട് തന്നെയാണ്. പക്ഷെ അതൊരു അളവിലപ്പുറത്തേക്കാവുമ്പോൾ നമ്മൾ അതിനെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങുകയും പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. സോ വി ആർ ഗോയിങ് ടു ട്രെയിൻ അവർ സെൽഫ് ടു ബി എ ഗുഡ് പേഴ്സൺ. നമ്മുടെ നല്ല ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഓരോന്നിനെയും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറയാം. ഫസ്റ്റ് പെർഫെക്ഷനിസം ആണ്. നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ പ്രോഗ്രസ് റാദർ ദാൻ പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്റ്റ് ആവുക എന്നതിലപ്പുറം ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഗ്രസ്സിലാവണം. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് നാളെയിലേക്ക് പോകുമ്പോൾ എനിക്ക് എത്ര പ്രോഗ്രസ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ റബി എന്ത് ചെയ്യുന്നു? വീഡിയോ ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു? ഇത് പെർഫെക്റ്റ് ആവും എന്നുള്ള പേടിയിലാണ്. നേരെ മറിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നു. അഫ്കോഴ്സ് അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനത് നാളത്തേക്ക് ക്ലിയർ ചെയ്യുന്നു. അപ്പൊ നാളെ എനിക്കൊരു പ്രോഗ്രസ് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. മറ്റന്നാളത്തേക്ക് അത് ഒന്നുകൂടി പ്രോഗ്രസ് വരുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. സോ ദ ഓൺലി വൺ തിങ് വിച്ച് വി ക്യാൻ ഡു, നമുക്ക് പെർഫെക്ഷനിസം എന്ന് പറയുന്ന പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ദുശീലം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഫോക്കസ് ഓൺ പ്രോഗ്രസ് റാദർ ദാൻ പെർഫെക്ഷൻ. പെർഫെക്റ്റ് ആവുക, പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് അടിപൊളി കാര്യമാണ്. പക്ഷേ ആ ഒരു കാര്യം മുമ്പിൽ വെച്ചിട്ട് പല കാര്യങ്ങളും നടക്കാതെ പോയാൽ ദെൻ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആ പ്രോഗ്രസ് മൈൻഡിലേക്ക്. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക, റബി ഫോക്കസ് ഓൺ പ്രോഗ്രസ്. എന്ത് പ്രോഗ്രസ് ആണ് നീ ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക റാദർ ദാൻ പെർഫെക്ഷൻ. അതാണ് ഫസ്റ്റ്. അപ്പൊ പെർഫെക്ഷനിസത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവർവെൽം ആവുക എന്നുള്ളതാണ്. കുറേ പണികൾ ഇങ്ങനെ മനസ്സിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഗഡ് ഫീലിംഗ് വരും. ഇത് എത്ര പണിയാ എന്നുള്ള ഫീലിംഗ് നമുക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഈ പണികളൊക്കെ നമുക്ക് ഡെയിലി ചെയ്തു തീർക്കാനുള്ള പണികളാവും. ഡെയിലി നമ്മൾ ചെയ്തു തീർക്കാനുള്ള പണികൾ തന്നെ ആവും ഇത്. സാധാരണ പറയാറുണ്ട്, ഇഫ് ഇറ്റ്സ് യുവർ ജോബ് ടു ഈറ്റ് എ ഫ്രോഗ്, ഇറ്റ്സ് ബെസ്റ്റ് ടു ഡു ഇറ്റ് ഫസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ്. ആൻഡ് ഇഫ് ഇറ്റ്സ് യുവർ ജോബ് ടു ഈറ്റ് 2 frogs, ഇറ്റ്സ് ബെസ്റ്റ് ടു ഈറ്റ് ദി ബിഗ്ഗസ്റ്റ് വൺ ഫസ്റ്റ് ഡേ. അഥവാ നമുക്ക് ഒരു ഫ്രോഗിനെ ഈറ്റ് ചെയ്യാൻ നമുക്കൊരു ദിവസം ഒരു തവളയെ കഴിക്കണം എന്ന് വിചാരിക്കുക. അത് എന്തായാലും നമ്മൾ കഴിക്കേണ്ടതാണ് ആ തവളയെ. അതിനെ നമ്മൾ വൈകിപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ നാളെ 2 തവളയെ കഴിക്കേണ്ടി വരും. സോ നമ്മൾ ഇന്ന് ഒരു തവളയെ ഭക്ഷിക്കുന്നു, നാളെ അടുത്ത തവളയെ ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഒരു ദിവസം ഒരാൾക്ക് 2 തവളയെ ഭക്ഷിക്കാണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ആ വലിയ തവളനെ തന്നെ ആദ്യം അത് സോൾവ് ചെയ്യുക. വെരി ഫസ്റ്റ് ടൈം തന്നെ അതിനെ സോൾവ് ചെയ്യാന്നുള്ള. കാരണം അല്ലെങ്കിൽ 30 ദിവസമാകുമ്പോൾ 30 തവള എന്നുള്ള രീതിയിൽ അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇതിനുള്ള ഒരു മാർഗം, ഓവർവെൽം ആകുമ്പോൾ ഒരു മാർഗം എന്ന് വെച്ചാൽ ബ്രേക്ക് ഇൻ ടു സ്മോളർ സ്റ്റെപ്സ്. ചെറിയ സ്റ്റെപ്സ് ആക്കിയിട്ട് അതിനെ മാറ്റും. അഥവാ ഇന്ന് ട്യൂസ്ഡേ ആണ്, എൻ്റെ വെനസ്ഡേ എങ്ങനെയാവണം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. സ്മോളർ സ്റ്റെപ്പിലേക്ക് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ ഓരോന്നിനെയും ഞാൻ എന്ത് ചെയ്യും? ആക്ട് ചെയ്തിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളെയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാളെ എനിക്കൊരു പ്രോഗ്രാമിന് പോകാനുണ്ട്. ആ പ്രോഗ്രാമിന് ഞാൻ നിർബന്ധമായിട്ടും പോകും എന്നുള്ളത് ഞാൻ തലേന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ എൻ്റെ എല്ലാ കൺസേണും ആ പ്രോഗ്രാമിന് പോകാന്നുള്ളതാണ്. പിന്നെ അത് മാറ്റി വെക്കുക എന്നുള്ളതല്ല, എൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർഡ് ആണ്. സോ ബ്രേക്കിംഗ് ടു സ്മോളർ സ്റ്റെപ്സ് ആൻഡ് ആക്ട് ഇറ്റ്, അതാണ് സെക്കൻഡ് വൺ. ഇനി മൂന്നാമത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. ഇപ്പം ചില ആളുകളൊക്കെ നോക്കിയാൽ മതി, അവർ ഫിസിക്കലി അവർ കൊടുക്കുന്ന ഗെയിംസ്, എക്സസൈസുകളാവട്ടെ, ജിമ്മാവട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഫുട്ബോളോ മറ്റെന്തെങ്കിലും പ്ലേയിങ് കാര്യങ്ങളൊക്കെ ആവട്ടെ, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചില ദിവസങ്ങളുണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ അതിൻ്റെ ഒരു കാര്യം. നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയില്ല. ഇതിന് 2 ട്രിക്കാണ് പറയാനുള്ളത്. OBT, വൺ ബിഗ് തിങ് ആണ് ഫസ്റ്റ് ഒരു ഓപ്ഷൻ. പിന്നെ NMWS, നോ മാറ്റർ വാട്ട്സ്. ഈ 2 കാര്യങ്ങൾ. അഥവാ വൺ ബിഗ് തിങ് എന്ന് പറഞ്ഞാൽ വെനസ്ഡേ, നാളത്തെ ദിവസം വെനസ്ഡേ റബീനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം റബീന് ചെയ്യാനുണ്ട്. റബീ ഫിക്സ് ചെയ്യുന്നു, വൺ ബിഗ് തിങ്. മറ്റൊരു കാര്യം, നോ മാറ്റർ വാട്ട്സ്, എന്ത് തന്നെ സംഭവിച്ചാലും റബി വിൽ റീഡ് ദ ന്യൂസ് പേപ്പർ ടുമാറോ, റബി വിൽ ഡു ഫുട്ബോൾ, നാളെ റബി ഫുട്ബോൾ കളിച്ചിരിക്കും, ന്യൂസ് പേപ്പർ വായിച്ചിരിക്കും. സോ ഇങ്ങനെ ഡെയിലി പ്ലാൻസ്, വീക്ക്ലി പ്ലാൻസ്, മന്ത്ലി പ്ലാൻസ് എന്ന് പറയുന്ന ഇയർലി പ്ലാൻസ്, കുറച്ച് സാധനങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു.
അതിൽ വൺ ബിഗ് തിങ് നമ്മൾ ഈച്ച് ഡേ ചെയ്യുന്നു, നോ മാറ്റർ വാട്ട്സ് എന്ന രീതിയിൽ എന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. അതോടുകൂടി നമുക്ക് എന്താവും, അതിലേക്കുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് സെൽഫായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹൗ ഇമ്പോർട്ടൻറ്റ് ജിം ഈസ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ട്രെയിനിങ് ഈസ്, ഹൗ ഇമ്പോർട്ടൻറ്റ് റീഡിങ് ഈസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ലാക്ക് ഓഫ് മോട്ടിവേഷൻ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ, ഡിസ്ട്രാക്ഷൻസ് ആണ്. നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ഒരു മണിക്കൂറിന്ന് ഒരു പണി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരമായിട്ട് പറയുന്നത് യൂസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് മേക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവിറോൺമെൻറ്റ്. അഥവാ നമ്മൾ ഒരു ബാധ്യതയാക്കിയിട്ട് എല്ലാ പണിയും മാറ്റുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് നാളെ മലപ്പുറത്തു നിന്നും കാസർഗോഡ് ഒരു കല്യാണത്തിന് പോകാനുണ്ട്. ഞാൻ ആ കാസർഗോഡ് കല്യാണത്തിന് പോകാൻ എന്തുകൊണ്ട് ഞാൻ പോവേണ്ട കല്യാണമാണ്, പക്ഷെ ആ ദൂരവും യാത്രയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അതിനെ പിന്നൊരവസരത്തിൽ പോവാം അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എൻ്റെ മൈൻഡിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് തോന്നുന്ന വെരി മൊമെൻറ്റിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു 3 ഫ്രണ്ട്സിനെ വിളിക്കുന്നു, നാളത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് നാളെ നമ്മൾ മലപ്പുറം KSRTC നമ്മൾ ബസ് കയറുകയാണ് രാത്രി, പിന്നെ നമുക്ക് മിന്നൽ ബസ്സിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് 3 ആളെയും അതിലേക്ക് ആക്കുന്നു. അതോടുകൂടി വി ആർ ട്രാപ്ഡ്. കാരണം ഈ 3 ആളുകളുടെ ഇതൊരു പ്ലാനായി മാറി, അവരൊക്കെ പിന്നെ ഓക്കെ ആയി, നമ്മളിതൊരു പ്ലാനായിട്ട് മാറിയത് കൊണ്ട് തന്നെ പിന്നെ നമ്മളത് ആക്ട് ചെയ്യൽ നിർബന്ധമായി തീരും. സോ യൂസ് അക്കൗണ്ടബിലിറ്റി. എന്ത് കാര്യമാണെങ്കിലും കുറച്ച് ആളുകൾ അതിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ടിട്ട് അതൊരു റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റിയാൽ പിന്നെ നമ്മൾ അഫ്കോഴ്സ് നമ്മളത് ആക്ട് ചെയ്യും, നമ്മളത് എന്തായാലും ചെയ്തിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം, മേക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവിറോൺമെൻറ്റ് എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്ന സമയത്ത് ഫോർ വാട്ട് വി ആർ യൂസിങ് ദി ഫോൺ, നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് മാറ്റി വെക്കുന്നു. ഇപ്പോൾ ചില ആളുകളൊക്കെ ഗൂഗിൾ ഉപയോഗിക്കാം, പിന്നെ മീനിങ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഇംഗ്ലീഷ് പുസ്തകം വായിക്കണം, മീനിങ്സ് കണ്ടെത്തണം, ചില ഫ്രേസുകളൊക്കെ മീനിങ് പ്രോപ്പറായിട്ട് മനസ്സിലാവണം. സോ ഐ എം യൂസിങ് ദി ഫോൺ. അതല്ലെങ്കിൽ ഫോണിൽ തന്നെ ഈ റീഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുക. വി നീഡ് ടു യൂസ് സം ആപ്സ്. നമ്മൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്പുകളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി ബുക്ക് തന്നെ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തത് നമ്മൾ എഴുതി വെച്ചിട്ട് ശേഷം പോയി നോക്കുക, അതല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം അതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതൊക്കെയാണ്. സോ ലൈക്ക് ഇതുപോലെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സമയങ്ങൾ ഏതാണ് എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആവാൻ പറ്റുന്ന ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ പഠനത്തിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ അർഹൻ. സോ ഇങ്ങനൊരു 4 രീതിയിലാണ് പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് വരാറുള്ളത്. അതിന് ഈ രീതിയിൽ തന്നെ കണ്ട് ടാക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാണ്, 2025 നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, നമ്മൾ ഇൻസ്പയർഡ് ആണ്, നമ്മളതിന് പ്രിപ്പയർ ആയി നിൽക്കുകയാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ലൈഫ് വോണ്ട് സ്റ്റോപ്പ് ഫോർ യുവർ പൗസസ് ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻസ്. ഇറ്റ് വോണ്ട് സ്റ്റോപ്പ് ഫോർ യുവർ കൺഫ്യൂഷൻ ഓർ ഫിയർ. ഇറ്റ് വിൽ കണ്ടിന്യൂ റൈറ്റ് അലോങ് വിത്ത് യു. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻസ്, നമ്മുടെ കൺഫ്യൂഷൻ, നമ്മുടെ പേടി, നമ്മുടെ ആദി ഇതിനൊന്നും കാലം കാത്തു നിൽക്കുന്നില്ല. സമയം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കി എടുക്കാൻ കഴിയണം. സോ 2025 നമ്മുടെ മുന്നിലെത്തി നിൽക്കുകയാണ്. ബെസ്റ്റ് വിഷസ്, ഡു ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ യുവർ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.